ട്രാൻസ്ഫർ ഇതോടുകൂടി പ്രൊമോഷനോട് കൂടി എന്നാ ചെയ്ത് ബോണസ് കൂടി, പിന്നെ ഇൻക്രിമെൻ്റ് കൂടി. ഇവർ പ്രതീക്ഷിക്കാത്ത ഓരോ കാശ് ഇവർക്ക് കിട്ടി. ഈ കാശൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യണം, ഇത് വേണ്ടി ആർക്ക് ചെയ്യണം, ആർക്കെങ്കിലും ഈശോയുടെ പേരിൽ ഉടമ്പടിയുടെ പേരിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊരു നേഴ്സ് വന്ന് ഇവരെ കാണാം. ഇവർ സ്ഥിരമായിട്ട് പോകുന്ന ഗവൺമെൻറ് ആശുപത്രിയിൽ നേഴ്സ് പറയും, നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ സഹായിക്കാനുള്ള ആരെങ്കിലും കാണുമെങ്കിൽ പറയണമെന്ന്. ഞാനൊരാളെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരാളുടെ അടുത്ത് ചെല്ലും. ആൾ ചെല്ലുമ്പോൾ അയാൾക്ക് കൈയും കാലം തളർന്നിരിക്കുകയാണ്. അപ്പം അയാളോട് ചോദിക്കും, നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് ചോദിക്കും. അപ്പം അയാൾ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയിൽ. എന്താണ്? ഒരു കസ്റ്റമൈസ് വീൽ ചെയർ കിട്ടാൻ വേണ്ടി. അപ്പോൾ അയാൾ പറഞ്ഞ് എനിക്കൊരു കസ്റ്റമൈസ് വീൽ ചെയർ തന്നാൽ മതി എന്ന് പറയും. അപ്പോൾ ഉള്ള വിഷയം എന്ന് പറയണത് അയാൾക്ക് കൈയും കാലം തളർന്നിരിക്കുകയാണ്. അപ്പോഴേ അദ്ദേഹത്തിന് അങ്ങനെയുള്ള മനുഷ്യരൊക്കെ ഈ ഭൂമി ജീവിച്ചിട്ടുണ്ട്. കൈയും കാലുമൊക്കെ നിങ്ങൾ ഉയർത്തി സ്തുതിക്കാൻ നേരത്ത് ഓർക്കണം, ദൈവത്തോട് നന്ദി പറയണം നമ്മൾ, ഞാനായാലും നിങ്ങളായാലും. അപ്പം അതായത് ഉടനെ ഇവർക്ക് ആ പൈസ മുഴുവൻ കൊടുത്തിട്ട് വീൽ ചെയർ മെഡിക്കൽ അറേഞ്ച് ചെയ്ത്. അപ്പം ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ദൈവം നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പോൾ അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാകില്ലെന്നല്ല, പ്രശ്നങ്ങളുണ്ടാകും, പക്ഷെ ദൈവം അത് കൈകാര്യം ചെയ്യും. അതാ ഉടമ്പടിയുടെ പ്രശ്നം. പെട്ടെന്ന് ഇവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ ലാപ്ടോപ്പ് സ്ക്രീൻ ഔട്ടായി പോകും. ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാപ്ടോപ്പ് എന്താ പറയണത്, സ്ക്രീനെ ഒന്നും കാണത്തില്ല, അത് കട്ടായി പോകും. ഇവരെങ്ങനെ കിണഞ്ഞ് വിഷമിച്ചും ഇത് നന്നാക്കിയിട്ടും ലാപ്ടോപ്പ് നന്നാക്കാൻ പറ്റണില്ല. അപ്പോൾ പിന്നെ അവർക്ക് വർക്ക് തീർന്ന്. അപ്പോൾ അവർ ഉടനെ അപ്പം മനസ്സിൽ ചിന്തിച്ച് എന്നാൽ വില്ലേജ് ഓഫീസിലോട്ട് പോകാമെന്ന് വിചാരിച്ച്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വീട്ടിൽ ഇരുന്ന് ഹോംവർക്ക് ചെയ്യണ സമയത്താണ് ഈ സംഭവിക്കണത്. കോട്ടയത്ത് അവർ വില്ലേജ് ഓഫീസിൽ പോയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബാംഗ്ലൂർ ആയത് കാരണം നാട്ടിൽ റീസർവേ നടത്തിയപ്പോൾ തണ്ടപ്പേര് മാറിപ്പോയി. നിങ്ങൾക്കറിയാലോ എന്ത് പുലിവാലാണെന്ന്. നമ്മളൊക്കെ നാട്ടിലില്ലെങ്കിൽ അവർ റീസർവേ നടത്തിയിട്ട് പോകും, നമ്മുടെ പറമ്പ് വേറെ ആരുടെങ്കിലും പേരിലായിരിക്കും. പിന്നെ കരമടക്കാൻ പറ്റത്തില്ല. അങ്ങനെ കരമടക്കാൻ പറ്റാതെ 2 കൊല്ലമായി ഒരു പുരയിടത്തിന് കരമടക്കാൻ പറ്റാതെ കിടക്കുകയാണ്. അപ്പോൾ അതിന് ഇപ്പോൾ ലാപ്ടോപ്പ് ഓഫായപ്പോൾ അവർ വിചാരിച്ച് എന്നാൽ കിട്ടുന്ന സമയത്ത് വില്ലേജ് ഓഫീസിൽ പോയിട്ട് കരമടക്കാനുള്ള കാര്യം ഇനി 2ാമത് സർവേ ചെയ്തിട്ട് 2ാമത് ഭൂമി അളന്നിട്ട് ആണ് ഇനി അത് നമുക്ക് കരമടക്കാൻ പറ്റാത്തുള്ളൂ. 2ാം സർവേ നടത്തണം, അത് വലിയ പാടാണ്. ഇവർ വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോൾ വില്ലേജ് ഓഫീസറെ സീരിയസ് ആയിട്ട് ഫോണിൽ എന്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതൊക്കെ മുമ്പ് വില്ലേജ് ഓഫീസിന് മുമ്പ് അവിടെ ഒരു LD ക്ലർക്ക് UD ക്ലർക്ക് ഉണ്ടാകുമല്ലോ, സൂപ്രണ്ട്, അല്ലെങ്കിൽ അവരെ കണ്ടപ്പോൾ പറഞ്ഞ് മാഡം ഒരു പണി നടക്കത്തില്ല, റീസർവേക്കാരെ കൊണ്ടിവിടെ പൊറുതി മുട്ടിയിരിക്കുകയാണ്. 3 കൊല്ലത്തെ ആപ്ലിക്കേഷൻസ് ഇവിടെ ഉണ്ട്. ഇരിക്കണ ഫയൽ കണ്ടില്ലേ, 3 കൊല്ലം. ഇപ്പം അങ്ങോട്ട് കയറണ്ട. കാര്യം 3 കൊല്ലം മുമ്പ് തന്നത് പോലും ഞങ്ങൾക്ക് പോയി അളക്കാൻ പറ്റിയിട്ടില്ല. ഇതിന് ഒത്തിരി കംപ്ലൈൻറ്റുകൾ കിടക്കണ കാരണം ഇതൊന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ അങ്ങനെ നോക്കിയിട്ട് വില്ലേജ് ഓഫീസിൻ്റെ ഫോൺ വിളിച്ച് തീർന്നപ്പോൾ ഒരു തരി ഉപ്പ് കൊണ്ടുപോയി, ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി വില്ലേജ് ഓഫീസിലിട്ട്.
അത് ചെയ്യുമ്പോൾ വിശ്വാസ പ്രമാണം ചങ്കെ കൊണ്ട് ചൊല്ലിയിട്ട് വേണം അത് പ്രയോഗിക്കാൻ. ഇത് വിശ്വാസ പ്രയോഗമെന്ന് പറയും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, പുതിയ ആൾക്കാർ കേൾക്കാം. വിശ്വാസത്തെ ഉടമ്പടിയിൽ നമുക്കറിയാം, വിശ്വാസത്തെ നമുക്ക് പ്രാർത്ഥനയാക്കി മാറ്റാം, വിശ്വാസത്തെ നമുക്ക് പ്രഖ്യാപനമായി മാറ്റാം, വിശ്വാസത്തെ നമുക്ക് പ്രയോഗമായി മാറ്റാം. ഇപ്പോൾ ഉടമ്പടിയിലാണ് പ്രയോഗവിധികളുള്ളത്. വിശ്വാസത്തെ പ്രയോഗമാകും. ഇപ്പോൾ എന്താണ് ഇപ്പോൾ ഇവർ പറയണത്, ഇവർ PT പരീക്ഷയ്ക്ക് പോകും. ഇപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞല്ലേ, സ്ഥലത്തിൻ്റെ കാര്യം ഇവർ ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഈ വില്ലേജ് ഓഫീസറിന് സാറിനോട് ഇത് കാര്യം പറഞ്ഞു, ഇതാണ് സംഭവം എന്ന് പറഞ്ഞു. പുള്ളി അവിടെ ഇരുന്നിട്ട് അപ്പം തന്നെ പച്ച മഷി എടുത്തിട്ട് സാങ്ഷനാക്കും. ഓൺ ദി സ്പോട്ട് സാങ്ഷനാക്കുകയാണ്. 3 കൊല്ലത്തെ ഫയൽ അവിടെ ഇരിപ്പുണ്ട്. 3 കൊല്ലത്തെ ഫയൽ അവിടെ ഇരിപ്പുണ്ടെന്ന് അറിയണോ? എന്നിട്ട് സാങ്ഷനാക്കിയിട്ട് അദ്ദേഹമാണെങ്കിൽ ഒരു എന്തോ ഹാൻഡിക്യാപ്ഡായിട്ടുള്ള ആളാണ്. അദ്ദേഹം എന്നിട്ട് അവിടെ നിന്ന് വീൽ ചെയർ ഉന്തി അദ്ദേഹം ഈ ആദ്യം മുടക്ക് പറഞ്ഞ ആളിൻ്റെ അടുത്ത് വരും എന്ന് പറയും, സാങ്ഷൻ ആക്കിയിട്ടുണ്ട്, സെറ്റ് ചെയ്തേക്കാൻ പറയും. അപ്പോഴേ എന്നിട്ട് വില്ലേജ് ഓഫീസർ പോകും. അപ്പോൾ ഈ സൂപ്രണ്ട് പറയും, മാഡം എന്ത് ചതിയാണ്, നടക്കത്തില്ല. കാര്യം നിങ്ങളോട് ആദ്യം ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഫയൽ ഇങ്ങനെ ഇരിക്കണം കണ്ടില്ലേ, 3 കൊല്ലത്തോ ഉണ്ടെന്ന് പറയും. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പോരും. അവർ അതിൻ്റെ പേരിലൊന്നും പറയാൻ നിൽക്കില്ല. എന്താ കാര്യം? ഉടമ്പടിയിലുള്ളവർ അധികം സംസാരിക്കത്തില്ല. നമുക്ക് അവരോട് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ സെൻറ്ററിലല്ലേ സാധനം പിടിക്കുന്നത്. അതെപ്പോഴും ഓർക്കണം നിങ്ങൾ. സെൻറ്ററിൽ പിടിപാടുള്ളവർ അധികം സംസാരിക്കത്തില്ല. അല്ലാത്തവർ മുഖ്യം മൂല്യം വായത്തൊന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് പോകും. നിങ്ങൾക്ക് മനുഷ്യൻ്റെ വിഷമം അറിയാൻ പറ്റില്ല, കഷ്ടം ഞാൻ എത്ര പ്രാവശ്യം നടക്കണം, ഞാൻ ഒരൊറ്റ പെണ്ണല്ലേ, ഇങ്ങനെ ഈ മനുഷ്യന്മാർ വായത്തൊന്നൊക്കെ വിളിച്ച് പറയുമല്ലോ. അങ്ങനെയൊന്നും വിളിച്ചുകൊണ്ട കാര്യമില്ല. ഉടമ്പടിക്കാർ ഉടമ്പടിയിൽ ഇരിക്കുന്നത് നമുക്ക് തന്നെ തോന്നുന്നത് നമ്മൾ ഉടമ്പടിയിലാണെന്ന്. അപ്പോൾ ഇവരൊന്നും മിണ്ടിയില്ല. കാര്യം എന്താണ്? അത് വേറെ സെൻട്രൽ ഓഫീസുണ്ട്, അത് മറിയത്തിൻ്റെ ഓഫീസിൽ ചെയ്യണ കാര്യമാണത്. ഇവർ ചെയ്യണമല്ലത്, അതവരോട് ചെയ്യും. അത് ചെയ്തിട്ട് മാത്രമേ റിപ്പോർട്ട് ചെയ്യത്തുള്ളൂ. എന്നിട്ട് അവർ കണ്ടു പോകുന്നു. പിറ്റേ ദിവസം ഇവരെന്ത് ചെയ്താൽ ഇവർ ആ ഉപ്പ് കൊണ്ടുവന്ന് ഈ റീസർവേ മാറിപ്പോയ സ്ഥലത്ത് കൊണ്ടുവന്ന് വിശ്വപ്രമാണം ചൊല്ലി അവർ കുർബാനയ്ക്ക് പോയി. കുർബാനയ്ക്ക് പോയി ഞായറാഴ്ച തിരിച്ചു വന്ന ശേഷം റീസർവേ മാറിപ്പോയ പുരയിടത്തിൽ കൊണ്ടുവന്ന് ഈ ഉപ്പ് വിശ്വപ്രമാണം ചൊല്ലിയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സർവേയർ ഇവരെ വിളിക്കും. അത് ടൈം കണ്ട, ടൈം എന്താ ഇങ്ങനെ നിൽക്കുകയാണ്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു സർവേയർ വിളിക്കും, മാഡം നിങ്ങളുടെ നാളെ 11 മണിക്ക് നിങ്ങൾ ആ പുരയിടത്തിലുണ്ടാകണം, ഞാൻ അളക്കാൻ വരുന്നുണ്ടെന്ന്. നോക്കി ഇതെങ്ങനെ ഇത് വർക്കൗട്ട്. ഇതാണ് ടൈം ഷോർട്ടണിങ് എന്ന് പറയണത്. ടൈം ഷോർട്ടണിങ്, സമയ ചുരുക്കം എന്ന് പറയും. മറിയം അത് ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ആർക്കും തടുക്കാൻ പറ്റത്തില്ല. ഞാൻ തുറന്ന വാതിൽ ആരും അടക്കത്തില്ല, അടച്ച വാതിൽ ഇവിടെ കൂടെ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, എന്റെ യേശുവേ അമ്മേ, എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. അമ്മേ, എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ആവേ മരിയ, ശ്രുതിയുടെ ഹല്ലേലൂയ. ആവേ മരിയ, കന്യാമാതാവേ, ആവേ മരിയ, കന്യാമാതാവേ, അമ്മേ, എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. എൻ്റെ പേര് ജെറിൻ കെ റെജി. ഞാൻ പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഞാൻ മാർത്തോമ സഭാംഗമാണ്. ഞാൻ മാർത്തോമ സഭാംഗം എന്ന് പറയാൻ കാരണം ഞങ്ങൾക്ക് കൊന്തയില്ല, പിന്നെ ഞങ്ങൾ മാതാവിനോട് അങ്ങനെ പ്രാർത്ഥിക്കുന്നില്ല, എല്ലാം ഈശോയോട് മാത്രമാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഒക്ടോബർ മാസം 25 2024 ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം ഞാനാണെങ്കിൽ സൗദിയിൽ 2 വർഷം നേഴ്സായിട്ട് വർക്ക് ചെയ്തേക്കുമായിരുന്നു. അവിടുന്ന് ഞാൻ എൻ്റെ
കോൺട്രാക്റ്റ് തീർന്നിട്ട് നാട്ടിൽ വന്നു. OET ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു. പക്ഷേ ഞാൻ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യും. പക്ഷേ എനിക്ക് എക്സാം എഴുതാനുള്ള പേടി. എനിക്ക് എക്സാം എഴുതാൻ പറ്റുന്നില്ല. കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. ഒരു 6-7 മാസമായിട്ട് വെറുതെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ കോഴിക്കോട് ജോയിൻ ചെയ്തു. അതിനുശേഷം ഞാൻ ഓരോ ഇൻ്റർവ്യൂ, അപ്പം വീട്ടിൽ നിന്ന് പറഞ്ഞു ഗൾഫ് തന്നെ വീണ്ടും നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഗൾഫിൻ്റെ കാര്യങ്ങൾ തന്നെ വീണ്ടും നോക്കാൻ തുടങ്ങി. ഓരോ ഇൻ്റർവ്യൂവിന് പോകും. ചില ഇൻ്റർവ്യൂകൾ കിട്ടും, പക്ഷേ എനിക്കതിനായിട്ട് പ്രോസസ്സിങ് തുടങ്ങാനുള്ള താല്പര്യം കാണില്ല. അല്ലെങ്കിൽ ഞാൻ എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ കുറേ ഉഴപ്പി. പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കുറഞ്ഞു. അങ്ങനെ എനിക്ക് ഇൻ്റർവ്യൂ ഒക്കെ കിട്ടാതിരുന്നിട്ട് എനിക്ക് കുവൈറ്റിൻ്റെ ഇൻ്റർവ്യൂ സെലക്ഷൻ കിട്ടി. ഞാൻ അതിൻ്റെ പേയ്മെൻറ്റൊക്കെ ചെയ്ത് അതിൻ്റെ പ്രോസസ്സിങ് നടത്തി. അങ്ങനെ ഞാൻ എക്സാം എഴുതാൻ പോയി. ഞാൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് ഞാൻ എക്സാമുകൾ എഴുതി. എനിക്ക് എക്സാം എഴുതുമ്പോൾ 60 മാർക്കാണ് പാസ് മാർക്ക് വേണ്ടത്. പക്ഷേ എനിക്ക് 58 മാർക്കേ ആദ്യം കിട്ടിയുള്ളൂ. അപ്പോൾ എനിക്ക് ആകെ വിഷമമായി. എനിക്ക് പാസ് മാർക്കിൻ്റെ അടുത്തെത്തിയിട്ടും കിട്ടിയില്ലല്ലോ. ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഞാൻ അന്നേരം ഒന്നും ഉടമ്പടി എടുത്തിട്ടൊന്നുമില്ല. അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ചേച്ചിയുണ്ട്, ജിത്തു ചേച്ചി. ചേച്ചിയോട് പറയുമ്പോൾ ചേച്ചി എന്നോട് പറയുന്നുണ്ട്, എടി നീ കൃപാസനത്തിൽ പോകും, മാതാവിനോട് പ്രാർത്ഥിക്കും, മാതാവ് നിൻ്റെ പ്രാർത്ഥന കേൾക്കും. അപ്പോഴും ഞാൻ ഓക്കെ ചേച്ചി എന്ന് പറയും. പക്ഷേ ഇവിടെ വരണമെന്നോ അല്ലെ ഉടമ്പടി എടുക്കണമെന്നോ പ്രാർത്ഥിക്കണമെന്നൊന്നും എനിക്ക് തോന്നാറില്ലായിരുന്നു. അങ്ങനെ ഞാൻ രണ്ടാമത് വീണ്ടും, അപ്പോൾ 58 മാർക്കായപ്പോൾ വീട്ടിൽ നിന്ന് പറഞ്ഞു നീ വീണ്ടും എഴുതുക, നിനക്ക് കിട്ടും. ഞാൻ വീണ്ടും രണ്ടാമത് എഴുതി. ഇപ്പം രണ്ടാമത് എഴുതിയപ്പോൾ എനിക്ക് 59 മാർക്കേ ഉള്ളൂ. അപ്പം കഴിഞ്ഞ വർഷം ഒരു പെസഹ വ്യാഴത്തിനായിരുന്നു ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്ത് എഴുതിയത്. എക്സാം തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു. ഞാൻ എക്സാം എഴുതി, പപ്പയും മമ്മിയും എല്ലായിട്ടാണ് ഞങ്ങൾ പോയി എക്സാം എഴുതിയത്. തിരിച്ച് രാത്രി വീട്ടിൽ വന്നു. പിറ്റേ ദിവസം വെള്ളിയാഴ്ച. അപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞു എന്നെ ആരും വിളിക്കരുത് രാവിലെ പള്ളിയിൽ പോകാൻ, ഞാൻ വരികയില്ല. അപ്പം ഞങ്ങൾക്ക് രാവിലെ 9 മണിക്കാണ് വെള്ളിയാഴ്ചൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളും. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരികയില്ല, കാരണം ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നും ദൈവം കേട്ടിട്ടില്ല. ഇത്രയും പാസ് മാർക്കിൻ്റെ അടുത്ത് വരെ എത്തിയിട്ട് എനിക്ക് പാസ്സാകാൻ പറ്റിയില്ല. അപ്പം എൻ്റെ കൂടെ ഉള്ളവരൊക്കെ കയറിപ്പോയി. അപ്പം എനിക്കൊന്നും റെഡിയാവുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇനി പ്രാർത്ഥിക്കില്ല, ഞാൻ ബൈബിളും വായിക്കില്ല, പള്ളിയിലും പോകില്ല. ഞാൻ അതിന് പിന്നെ ശേഷം പള്ളിയിൽ പോകില്ല. ഞാൻ കാലിക്കറ്റ് തന്നെ വർക്ക് ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്തു. മമ്മി അവിടെ തന്നെ പറഞ്ഞു നീ റിസൈൻ ചെയ്യും, നീ നാട്ടിൽ വന്ന് ജോയിൻ ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞില്ല ഞാൻ വരികയില്ല. കാരണം അമ്മേൻ്റെ വിചാരം ഞാൻ നാട്ടിൽ വന്ന് ജോയിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഞായറാഴ്ചയൊക്കെ പള്ളിയിൽ പോകാമല്ലോ. പക്ഷെ ഞാൻ പള്ളിയിൽ പോകില്ല. അവിടെ ഞായറാഴ്ച പള്ളിയിൽ പോകാൻ പറഞ്ഞാൽ ഞാൻ ഞായറാഴ്ചത്തെ ഡ്യൂട്ടി ചോദിച്ച് വാങ്ങിച്ച് ഞാൻ ഡ്യൂട്ടിക്ക് പോകും. ഞാൻ പള്ളിയിൽ പോവുകയില്ല, പ്രാർത്ഥിക്കുകയില്ല, ബൈബിൾ വായിക്കില്ല. ഞാൻ ആകെ കൂടെ ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഡ്യൂട്ടിക്ക് ഇറങ്ങുന്ന സമയത്ത് മാത്രം. കാരണം അന്നേരം എൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാറില്ല. ഞാൻ പറയുന്നത് മാതാവേ ഈശോയെ എൻ്റെ കൈ കൊണ്ട് ആർക്കും ഒരു രോഗമോ ദുഃഖമോ പ്രയാസമോ ഉണ്ടാകരുത്, അത് മാത്രം. അല്ലാതെ എനിക്ക് എക്സാം പാസ്സാവണമെന്നോ പഠിക്കണമെന്നോ ഒന്നും ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ ആദ്യം പഠിച്ചിറങ്ങിയിട്ട് ഞാൻ ഡൽഹിയിലാണ് ആദ്യം വർക്ക് ചെയ്തത്. അവിടെ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നൊരു ബ്രദറുണ്ട്. ഒരു 5 വർഷമായിട്ട് നമ്മൾക്ക് കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പെട്ടെന്ന് ഒരു ദിവസം പുള്ളി നമ്മളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തു. എന്നോട് ചോദിച്ചു നീ എന്താണ് നാട്ടിലിങ്ങനെ നിൽക്കുന്നത്, നീ എന്താ പോവാത്തെ? അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ എൻ്റെ കാര്യങ്ങളൊന്നും റെഡി ആവുന്നൊന്നുമില്ല. അപ്പോൾ പുള്ളി എനിക്കൊരു ഏജൻസിയുടെ നമ്പർ തന്നു, ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്, നീ കോണ്ടാക്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ചെയ്തില്ല. വേറൊരു ദിവസം എന്നോട് ഈ ബ്രദർ ചോദിച്ചു നീ കോണ്ടാക്റ്റ് ചെയ്തില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു ചെയ്തു എന്ന്. എന്നിട്ട് ഞാൻ ഈ ഏജൻസി വിളിച്ചപ്പം ഏജൻസിയിലെ പുള്ളി പറഞ്ഞു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്, വേക്കൻസി എന്തെങ്കിലും വരുവാണെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞു. അവർ വിളിച്ചില്ല. അങ്ങനെ ഒക്ടോബർ മാസം 22-ാം തീയതി വിളിച്ചിട്ട് പറഞ്ഞു ഒക്ടോബർ 24-ന് ബാംഗ്ലൂർ വെച്ചിട്ട് ഇൻ്റർവ്യൂ ഉണ്ട്, ഒമാന് പോകാനുള്ളതാണ്, നല്ല പാക്കേജാണ്, അറ്റൻഡ് ചെയ്യുന്നോന്ന് ചോദിച്ചു. അവർക്ക് ഓൾറെഡി സ്റ്റാഫെല്ലാം ഫില്ലായി കാൻഡിഡേറ്റ്. ഒരു കുട്ടി എന്തോ വരുന്നില്ല, ആ പ്ലേസിലേക്ക് എന്നെ എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചിട്ട് പറയാം. അപ്പം ഞാൻ വീട്ടിലിങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ദൈവമായിട്ട് കൊണ്ട് തന്നായിരിക്കും, നീ പോയി അറ്റൻഡ് ചെയ്യുക. അപ്പോഴും എനിക്ക് വിശ്വാസമൊന്നുമില്ല, കിട്ടുകയില്ല. ബാംഗ്ലൂരാണ് ഇൻ്റർവ്യൂ, നമ്മളങ്ങനെ ബാംഗ്ലൂരൊന്നും പോയിട്ടില്ല. അപ്പം ഞാൻ ബാംഗ്ലൂർ കാണാമല്ലോ അല്ലെങ്കിൽ ബാംഗ്ലൂർ പോകാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. 35 പേരാണ്. എനിക്ക് എമർജൻസി എക്സ്പീരിയൻസാണ്. അപ്പം ഞാൻ അത് വെച്ച് അപ്ലൈ ചെയ്തു. 35 പേര് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു. 10-15 വർഷം എക്സ്പീരിയൻസ് ഉള്ളവരാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം പോകുന്നവർക്കൊക്കെ അരമണിക്കൂർ വീതം വെച്ച് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. വരുന്നവരോട് ചോദിക്കുമ്പോൾ ഒക്കെ പറയുന്നത് സെലക്ഷൻ ആയില്ല. അപ്പം 10-15 വർഷമുള്ള എക്സ്പീരിയൻസുകാരുടെ കൂട്ടത്തിൽ ഞാനൊരു 6 വർഷം എക്സ്പീരിയൻസുകാരിയേ ഉള്ളൂ. അപ്പം എനിക്ക് ഉറപ്പിച്ചു കിട്ടുകയില്ല. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ച് ദൈവമേ എനിക്ക് ഇവിടം വരെ എന്നെ കൊണ്ടുവന്ന് പറ്റുവാണെങ്കിൽ ഇങ്ങിത്താ, അങ്ങനെ ജസ്റ്റ് പ്രാർത്ഥിച്ചു.
ഞാൻ ഇൻ്റർവ്യൂവിന് കയറി, അവർ ചോദിച്ചു, എല്ലാം ആൻസറൊക്കെ പറഞ്ഞു. ലാസ്റ്റ് റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി. അപ്പം ഞാൻ പെട്ടെന്ന് എനിക്കൊരു എവിടെ നിന്നൊക്കെയോ ഒരു ദൈവം എൻ്റെ കൂടെ ഉണ്ട്, ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന്. അപ്പം ഞാൻ ചേച്ചിനെ വിളിച്ച് പറഞ്ഞു. അപ്പം ജിത്തു ചേച്ചി എന്നോട് പറഞ്ഞു, എടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു മാതാവിൻ്റെ അടുത്ത്, മാതാവ് നിന്നെ കൈവിട്ടിട്ടില്ല, നീ മാതാവിൻ്റെ അടുത്ത് പോകണമെന്ന്. അങ്ങനെ ഞാൻ ഒക്ടോബർ മാസം 25-ാം തീയതി ഇവിടെ വന്നു, മാതാവിൻ്റെ അടുത്ത് വന്നു, പ്രാർത്ഥിച്ചു, ഞാൻ തിരിച്ചു പോയി. അന്നേരം ഉടമ്പടി എന്നുള്ള കാര്യം എൻ്റെ മനസ്സിൽ വന്നില്ല. പിന്നെ വീട്ടിൽ ചെന്ന് ഞാൻ അങ്ങനെ എൻ്റെ മമ്മിയോട് പറഞ്ഞു, മമ്മി ഇങ്ങനെ ഉടമ്പടി. അപ്പം അമ്മ എന്നോട് പറഞ്ഞു, നിനക്ക് എടുത്താൽ അത് പൂർത്തീകരിക്കാൻ പറ്റുമെങ്കിൽ നീ എടുക്കുക, ഇല്ലെങ്കിൽ നീ എടുക്കരുത്, വെറുതെ ശാപമായിട്ടൊന്നും വരരുത്, നീ എടുക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആക്കണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഇരിക്കെ ഞാൻ കാലിക്കറ്റ് തിരിച്ചു പോയി, ഡ്യൂട്ടിക്ക് കയറി. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ചേച്ചി എനിക്കൊന്ന് കൃപാസ്ഥിതി പോകണമെന്നുണ്ട്, എൻ്റെ കൂടെ വരുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അതിനെന്താ, ഞാൻ വരാം. അങ്ങനെ അവളെയും കൂട്ടി ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്ന് ഞാൻ അന്നേരം എൻ്റെ മനസ്സിലിങ്ങനെ ഉടമ്പടി എടുക്കണം എന്നിങ്ങനെ തോന്നി. അങ്ങനെ ഞാൻ അന്നേരവും എടുത്തില്ല. അതിനുശേഷം വീണ്ടും ഞാൻ അവിടെ കോഴിക്കോട് ചെന്നിട്ട് എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പം അവർ പറഞ്ഞു, എടി നിനക്ക് ചേച്ചിക്ക് ഉടമ്പടി എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കരുതോ, നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിൽ ചെല്ലുമ്പോൾ പ്രാർത്ഥിച്ചാൽ മതി. അപ്പം ഞാൻ ഓർത്തു, നമ്മളൊരിടത്ത് പുറത്തൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ അതിനനുസരിച്ച് ഷെഡ്യൂൾ ചെയ്യുമല്ലോ. അപ്പം അങ്ങനെ ഞാൻ ഉറപ്പിച്ചു, ഞാൻ ഉടമ്പടി എടുക്കുന്നു. അങ്ങനെ ഡിസംബർ മാസം 3-ാം തീയതി ഞാൻ ഇവിടെ വന്ന് 2024 വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം ഒമാന് പോകാനാണെങ്കിലും പരീക്ഷ പാസ്സാവണം. അപ്പം പരീക്ഷ പാസ്സാവുക, പരീക്ഷ പേടി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമാണ്. എൻ്റെ മമ്മി എപ്പോഴും പറയും, പരീക്ഷേൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നിനക്ക് പേടിയാണ്, നീ പേടിക്കുന്നുണ്ടോ, നിനക്കൊന്നും എഴുതാൻ പറ്റാത്തത്. അപ്പം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ക്ലാസ്സിന് ജോയിൻ ചെയ്തു, ക്ലാസ് അറ്റൻഡ് ചെയ്തു. ജാനുവരി 6-ാം തീയതി 2025 ജാനുവരി 6-ാം തീയതി ഞാൻ എക്സാം എഴുതി. എക്സാമിൻ്റെ റിസൾട്ട് വന്നു 56%. അന്നേരവും തോറ്റു. അപ്പം ആകെപ്പാടെ വിഷമിച്ചു. അപ്പം ഞാൻ ഉടമ്പടിയില്ല. പിന്നെ എനിക്ക് പ്രാർത്ഥന, എനിക്ക് പേടിയായി, ദൈവമേ ഞാൻ ഈ ഉടമ്പടി എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റാതാകുമോ എന്ന്. അപ്പം ഞാൻ പിന്നെ എനിക്ക് പാസ്സാകുന്നതൊക്കെ മാറ്റി വെച്ച് ഞാൻ പിന്നെ പ്രാർത്ഥിക്കണം, മാതാവേ എനിക്ക് പരീക്ഷ പാസ്സാകണം, അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഉടമ്പടി പൂർത്തീകരിക്കണം, അമ്മയുടെ സന്നിധിയിൽ എനിക്കൊരു സാക്ഷ്യം പറയാൻ പറ്റണം, എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് ഇടയാക്കണം. ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഞാൻ എൻ്റെ മെഴുകുതിരി പ്രാർത്ഥന മുടക്കാറില്ല. ഞാൻ എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഞാൻ അത് ചെയ്യും. ആ ഒരു ടൈമിൽ അലാറം വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഫോണിൽ അലാറം സെറ്റ് ചെയ്തു. 5:30 എല്ലാ ദിവസവും അടിക്കും. ഞാനിപ്പം നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ 5:30 മുന്നേ ആയിട്ട് ജോലിയൊക്കെ ചെയ്ത് തീർക്കും. ഞാൻ എൻ്റെ നൈറ്റൊക്കെ ഞാൻ സീനിയർ ഡ്യൂട്ടി ചെയ്യുന്ന. അപ്പം ഞാൻ എൻ്റെ കൂടെയുള്ള ജൂനിയേഴ്സിനോട് പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ എന്നെ വിളിച്ച് അത് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ 5:30 ശേഷം ഞാൻ വരാം. അപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പിള്ളേർ ചോദിക്കും, ചേച്ചി അതെന്താ 5:30? അപ്പം ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ പ്രാർത്ഥനയുണ്ട്, എനിക്ക് ചൊല്ലണം, അല്ലെങ്കിൽ അത് കേൾക്കണം. അപ്പം ഞാൻ ഫോണിലെ ഹെഡ്സെറ്റ് ചെറുതായിട്ട് വെച്ചിട്ട് ഞാനങ്ങനെ അന്നേരം അത് കേട്ടോണ്ടിരിക്കും. ഫുള്ള് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ആ ഒരു ദിവസം തീരുന്നതിന് മുന്നേ ആയിട്ട് തന്നെ അത് കംപ്ലീറ്റ് ആക്കും, അത് കേട്ട് തീർക്കും. അതുപോലെ അങ്ങനെ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഞാൻ വീണ്ടും ക്ലാസ്സിനൊക്കെ വീണ്ടും ഞാൻ അറ്റൻഡ് ചെയ്തു. ഞാൻ ഫെബ്രുവരി മാസം 11-ാം തീയതി വീണ്ടും എക്സാമിന് ഡേറ്റ് എടുത്തു. ഞാൻ ഇവിടെ ചേർത്തലയാണ് പഠിച്ചത്. അപ്പം ഞാൻ രാവിലെ ക്ലാസ്സിനായിട്ട് പോകുന്ന സമയത്ത് ഞാനിവിടെ മാതാവിൻ്റെ ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയത്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, മാതാവെ ഞാൻ പോവുകയാണ് പരീക്ഷയ്ക്ക് പഠിക്കാനും, എക്സാം കഴിഞ്ഞേ ഇനി ഞാൻ വരത്തുള്ളൂ, എനിക്കിവിടെ വന്ന് സന്തോഷത്തോടെ ഒരു റിസൾട്ട് പറയുവാൻ എൻ്റെ മാതാവ് എനിക്ക് വഴിയൊരുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പോയി 60 മാർക്കിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ മാതാവ് എനിക്ക് 76 മാർക്ക് തന്ന് മാനിച്ചു. ഞാൻ വിസയുടെ കാര്യത്തിനൊക്കെ ഞാൻ പാസ്പോർട്ടും തൈലും എൻ്റെ റിസൾട്ടും ഒക്കെ വെച്ച് പ്രാർത്ഥിച്ചു. ഈ മാസം മാർച്ച് 23-ന് ഞാൻ ഒമാന് പോവുകയാണ്. എൻ്റെ പാസ്പോർട്ടിൽ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്ക് പാസ്പോർട്ടിലൊരു ഒമാൻ്റെ വിസ അടിച്ച് കിട്ടണം, എനിക്ക് പോകണം, എൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്കത് ചെയ്ത് തീർക്കാൻ. അപ്പം എൻ്റെ മാതാവ് എന്നെ അതിന് നടത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് മാതാവ് തന്നു. ഞാൻ പ്രത്യക്ഷീകരണമായിട്ട് ചെയ്തത്, ഞാൻ എല്ലാ ദിവസവും കൊന്ത ചൊല്ലും. എനിക്ക് കൊന്ത ചൊല്ലാൻ അറിയില്ല. ഞാൻ ഇവിടെ വന്ന് ഫ്രണ്ട്സിനോട് ചോദിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അവരെനിക്ക് പുസ്തകത്തിൽ അടയാളപ്പെടുത്തി തന്നു. ഞാൻ അങ്ങനെയാണ് കൊന്ത ചെല്ലാറുള്ളത്. പിന്നെ ബൈബിള് ഞാൻ വായിക്കും എല്ലാ ദിവസവും ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്തും. അതുപോലെ തന്നെ ഞാൻ അല്ലാതെ എൻ്റെ പ്രാർത്ഥന ചെയ്യുന്ന സമയങ്ങളിലും ഒക്കെ ഞാൻ ബൈബിൾ അരമണിക്കൂർ കണ്ടിന്യൂസ് വായിക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ അത് ഒരു ദിവസം കുറച്ച് ഭാഗമായിട്ടാണെങ്കിലും ഞാനത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും. പിന്നെ ഞങ്ങളുടെ അടുത്തൊരു കോഴിക്കോട് തന്നെ ഒരു അനാഥമന്ദിരം, മീൻസ് അവിടെ കുഞ്ഞു കുട്ടികളും അമ്മമാരും ഒക്കെ ഉണ്ട്. അവിടെ ഒരു ദിവസത്തെ ഭക്ഷണത്തിനുള്ള പൈസ കൊടുത്ത് ഞാൻ അവർക്ക് ഫുഡ് ഓർഡർ ചെയ്ത് കൊടുത്ത് ഞാൻ അവരെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ എന്നെ കൊണ്ട്
കഴിയുന്നത് പോലുള്ള ധനസഹായങ്ങൾ ഞാൻ ഓരോരുത്തർക്ക് ചെയ്തിട്ടുണ്ട്. വഴിയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരു നേരത്തെ ഭക്ഷണമൊക്കെ വാങ്ങിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ദൈവത്തെ അങ്ങനെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ഒന്നും ചെയ്യില്ലായിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തപ്പം എന്നെ കൂടെ മാതാവും ഈശോയും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ തൊട്ട് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കും. ഞാൻ കോളേജുകളിലും ഞാൻ ജോലിക്കൊക്കെ നിന്ന സമയങ്ങളിൽ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കും. ബൈബിളൊക്കെ വായിക്കുന്ന ഒരു കൊച്ചായിരുന്നു. പക്ഷേ എനിക്ക് എന്തൊക്കെയോ ആയിട്ട് എനിക്കൊന്നും പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ പണ്ട് ഞാൻ എങ്ങനെയായിരുന്നോ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നത്, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, അതുപോലെ തന്നെ ദൈവത്തിലേക്ക് എനിക്ക് തിരിച്ചു വരാൻ ലഭിച്ചു. അതൊക്കെ അമ്മ മാതാവിൻ്റെയും ഈശോയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. 1000 നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്. സഫാനിയ 3:17. എൻ്റെ പേര് ജിജി പോൾ. ഞാൻ കണ്ണങ്കര നിന്ന് വരുന്നു. എനിക്ക് 2 പെൺകുട്ടികളാണ്. മൂത്തയാൾ നേഴ്സായി വർക്ക് ചെയ്യുന്നു. എൻ്റെ ഭർത്താവ് ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 2023 മെയ് 27 ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം, എൻ്റെ ഈ മകൾ BSc നേഴ്സിംഗ് ഫസ്റ്റ് ഇയർ എക്സാം പരാജയപ്പെട്ടതോടുകൂടിയാണ്. അവൾ എന്നോട് വിളിച്ച് പറഞ്ഞു, അമ്മ പോയി എനിക്ക് വേണ്ടി ഉടമ്പടി എടുക്കണമെന്ന്. ഞാൻ അങ്ങനെ ഉടമ്പടി എടുത്തു. ബാക്കി കാര്യങ്ങൾ അവൾ പറയും. എൻ്റെ പേര് സ്റ്റെഫി പോൾ. ഞാൻ BSc നേഴ്സിംഗ് കഴിഞ്ഞ് നിൽക്കുകയാണ്. ഞാൻ ഫസ്റ്റ് ഇയറിൽ എക്സാം എഴുതി എല്ലാ വിഷയവും ഫെയിലാകുകയും ചെയ്തു. സപ്ലിമെൻ്ററി എഴുതിയിട്ടും ഞാൻ എല്ലാ വിഷയത്തിനും പോയി. അപ്പോൾ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മയെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കണം. അമ്മ എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ അമ്മ പറഞ്ഞ പ്രകാരം തന്നെ അമ്മയെ മാതാവിൻ്റെ തൈലം നെറ്റിയിൽ കുരിശ് വരച്ച് രാവിലെ 5:30 പ്രാർത്ഥിക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ കൃപാസന പത്രം വായിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലി വായിക്കുകയും ഞാൻ എക്സാമിന് പോകുന്നതിന് മുന്നേ തന്നെ നെറ്റിയിൽ കുരിശ് വരച്ച് എൻ്റെ കൂട്ടുകാർക്ക് നെറ്റിയിൽ കുരിശ് വെച്ചതിന് ശേഷം മാത്രമേ എക്സാം എഴുതാൻ പോകാണ്ടുള്ളൂ. അങ്ങനെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഫോർത്ത് ഇയറും എക്സാം ഞാൻ നല്ല വിജയകരമായി പാസ്സായി. ഞാൻ ഈ കഴിഞ്ഞ ഒക്ടോബർ 9 2024 ഒക്ടോബർ 9 ഉടമ്പടി എടുക്കുകയും ഡിസംബറിൽ ഫോർത്ത് ഇയർ എക്സാം എഴുതുകയും നല്ല മാർക്കോടുകൂടി നല്ലൊരു വിജയം തന്ന അമ്മേനെ അനുഗ്രഹിക്കുകയും ചെയ്തു. എക്സാമിന് പോകാൻ നേരത്തെ എപ്പോഴും അമ്മ എൻ്റെ ഉടമ്പടി കാശ് രൂപം എൻ്റെ കയ്യിൽ കൊണ്ടുപോവുകയും എക്സാം ഹാളിൽ കയറുന്നതിന് മുന്നേ തന്നെ ഉപ്പിട്ട് കയറുകയും വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ച ശേഷം മാത്രമേ എക്സാം എഴുതാറുണ്ടായിരുന്നുള്ളൂ. എക്സാം ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ച ശേഷം മാത്രമേ തിരിച്ച് ഹോസ്റ്റലിലേക്കും പോകാറുണ്ടായിരുന്നുള്ളൂ. അമ്മ മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി അറിയിച്ചു കൊള്ളുന്നു. രണ്ടാമതായിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരിക്ക് വേണ്ടി കൂടിയായിട്ടാണ് ഉടമ്പടി എടുത്തത്. എൻ്റെ കൂട്ടുകാരി അവൾ ഡിഗ്രി കഴിഞ്ഞ് വിദേശത്ത് ജോലിക്ക് വേണ്ടി പോയേക്കുമായിരുന്നു. അവൾ ദുബായിലാണ്. വിസിറ്റിംഗ് വിസയിൽ പോയതിന് ശേഷം അവൾക്ക് 6 മാസമാകാൻ 5.5 മാസം കഴിഞ്ഞിട്ട് അവൾക്ക് ജോലി ലഭിച്ചില്ല. അവൾ ക്യാൻഡിൽ ലൈറ്റ് പ്രയർ ഓൺലൈൻ വഴി ഉടമ്പടി എടുത്തു. അവൾ എന്നോട് പറഞ്ഞായിരുന്നു, എടി എനിക്കും കൂടി വേണ്ടി പ്രാർത്ഥിക്കണം. അവളൊരു ഹിന്ദുവാണ്. അപ്പോൾ ഞാൻ അവൾക്കും വേണ്ടി അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഈ കഴിഞ്ഞ നവംബർ 23 അവളുടെ വിസ കാലം തീരുവാണ്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞത് പ്രകാരം ഞാൻ അവൾക്ക് വേണ്ടി മാതാവിനോട് പ്രാർത്ഥിക്കുകയും നവംബർ 15 തന്നെ അവൾക്ക് ജോലി കിട്ടുകയും അവൾക്ക് വിസ നീട്ടി കിട്ടി അവൾക്ക് നല്ലൊരു ജോലി അവൾ മുന്നേറുകയാണ്. അവൾക്കും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ അമ്മ മാതാവിനോട് കോടാനുകൂടി നന്ദി അറിയിക്കുന്നു. പിന്നെ ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ കൃപാസന പത്രം വാങ്ങിച്ച് ഞാൻ എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ ജൂനിയേഴ്സിനും വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നേർച്ച വസ്തുക്കൾ എൻ്റെ കൂട്ടുകാർക്ക് കൊടുക്കുമായിരുന്നു. രാവിലെ 5:30 മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലിയും വൈകിട്ടും മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ കോളേജിൽ നിന്ന് തിരിച്ചു പോരുന്നതിന് മുന്നേ ഞങ്ങളുടെ ഗ്രോട്ടം ഞങ്ങളുടെ ബാച്ചിലർ എല്ലാവരും കൂടി വൃത്തിയാക്കി പെയിൻറ്റ് അടിച്ചിൻ്റെ അടുത്ത് കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. ഞങ്ങൾ വൈകിട്ട് ഞങ്ങളുടെ ബാച്ചോട് തന്നെ രാത്രി 8 മണിക്ക് ഞങ്ങൾ ബാച്ച് പ്രെയറായിട്ട് മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ ജീവിതത്തിലുള്ള മാറ്റങ്ങൾ ഞാൻ എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോകാൻ 6:30 കുർബാനയ്ക്ക് പങ്കെടുക്കുകയും എല്ലാ ദിവസവും വൈകുന്നേരം തന്നെ കുടുംബ പ്രാർത്ഥന ചൊല്ലുകയും പ്രാർത്ഥനയിൽ കൂടുതൽ വിശ്വാസം വരികയും ചെയ്യുകയുണ്ടായി. എനിക്ക് ഏതൊരു പ്രശ്നം വന്നാലും അമ്മയും മാതാവിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസം ഇപ്പോഴും എൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഞാൻ ഇവിടെ വന്ന് എല്ലാ മാസവും ഇവിടെ വന്ന്
പത്രം വാങ്ങുകയും അത് വിതരണം ചെയ്യുകയും ചെയ്യും. പിന്നെ വസ്ത്രങ്ങൾ, ഭക്ഷ്യസാധനങ്ങൾ അവ ചെയ്യും. ദിവസവും 4 മണിയാകുമ്പോൾ എഴുന്നേൽക്കും. പ്രഭാത പ്രാർത്ഥന അരമണിക്കൂറോളം ഞാൻ സ്വയം പ്രേരിത പ്രാർത്ഥന ചൊല്ലും, ബൈബിൾ വായിക്കും. ദിവസവും ലൈവായിട്ടുള്ള അച്ഛൻ്റെ 5:30 മണിക്കത്തെ പ്രാർത്ഥനയിൽ ഞങ്ങൾ രണ്ടുപേരും പങ്കെടുക്കും. പിന്നെ ഒരു ദിവസം കുറഞ്ഞൊരു 4 ജപമാലയെങ്കിലും ഞാൻ ചൊല്ലും. എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ മാതാവിനോട് ജപമാല ചൊല്ലിക്കളഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ വിഷമം മാറുകയും മാതാവ് അത് എല്ലാ ടെൻഷനും നീക്കി നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു തരികയും ചെയ്യും. പരീക്ഷ വന്നാലും എന്തു വന്നാലും അവർ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവർ പരീക്ഷ തീരുന്നിടം വരെ ഞാൻ തിരികത്തിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ എല്ലാം ഫലമായി അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചതിൻ്റെ ഫലമാണ് എൻ്റെ മകൾക്ക് ഈ അനുഗ്രഹം ലഭിച്ചത്. അവൾക്ക് എക്സാം കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് പോലും കിട്ടാഞ്ഞിട്ടും 2 ഹോസ്പിറ്റലിൽ അവൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും ഒരു സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെ ഇൻ്റർവ്യൂ പാസ്സായി ഈ വരുന്ന 2-ാം തീയതി ഗ്രാജുവേഷന് ശേഷം രജിസ്ട്രേഷൻ കഴിഞ്ഞ ശേഷം ജോലിക്ക് ജോയിൻ ചെയ്തോളാനാണ് അവൾ പറഞ്ഞിരിക്കുന്നത്. ഇതിനെല്ലാം മാതാവ് നൽകിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. എന്നും ഉടമ്പടിയിൽ ജീവിക്കാനുള്ള അനുഗ്രഹം മാതാവ് നൽകണമേ എന്നാണ് പ്രാർത്ഥന. എല്ലാ മാസവും ഉള്ള അച്ഛൻ്റെ ആരാധന കൂടാറുണ്ട്. ദിവസവും പിന്നെ സാക്ഷ്യം ലൈവായിട്ടുള്ള സാക്ഷ്യങ്ങൾ കൂടാറുണ്ട്. ആരാധനയിൽ പങ്കെടുക്കാറുണ്ട്. കഴിയുന്നതും ഉടമ്പടിയിൽ ജീവിക്കണമെന്നാണ് ആഗ്രഹം.